ഞാനും പ്രിയപ്പെട്ട കബീർ വാക്കവിയും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. നേരത്തെ അദ്ദേഹം ഉമ്മാനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയിരുന്നു. കാരണം ഉമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷര പൊരുൾ, അതിന്റെ അർത്ഥവ്യാപ്തി ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവനാണ്, ആകാശം മുഴുവനാണ്, ഈ ഭൂമി മുഴുവനാണ് അതിന്റെ അർത്ഥവ്യാപ്തി. ഉമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ എങ്കിലും പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ എത്ര വലുതാകുമ്പോഴും ഉമ്മ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ കണ്ണു വല്ലാതെ നിറഞ്ഞു പോകും. അതാണ് പ്രിയപ്പെട്ട ഉമ്മ. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, കല്ല് കൊണ്ടാച്ച് കല്ലിന്റെ പണിയെടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ട ഒരു സഹോദരി തന്റെ പ്രിയപ്പെട്ട മകന് വ്രണം ബാധിച്ച് പ്രയാസപ്പെടുമ്പോഴും കാഷ്ടത്തിലും മൂത്രത്തിലും മുങ്ങിക്കുളിച്ച് തന്റെ പ്രിയപ്പെട്ട മകൻ കഴിയുമ്പോഴും ആ ഉമ്മ സ്നേഹത്തോടുകൂടി വാരി പുണർന്ന വല്ലാത്തൊരു രംഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും ഉമ്മ, നമ്മുടെ ഉമ്മയുടെ ശ്രദ്ധയും പ്രാർത്ഥനയും സൂക്ഷ്മതയുമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. നമ്മൾ എത്ര വലുതാകുമ്പോഴും പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥന ഉള്ളിലാണ്. നമ്മൾ ഇരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും അവിടുത്തെ ഒരു പ്രാർത്ഥന മാത്രമാണ്. ഉമ്മയുടെ ആയുസ് ആഫിയത്ത് അല്ലാഹു ദീർഘമാക്കി തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട കബീർ വാക്കവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാമം പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയെ കുറിച്ച് ഒരു പാട്ട് കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കാം ഖുർആനിൽ വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്, വെറും പ്രയാസമല്ല, പ്രയാസത്തിന് മേൽ പ്രയാസം. നമ്മൾ വീട്ടിൽ കയറി ചെന്ന് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. 26 വർഷം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ഒരു പെണ്ണുങ്ങള് ഉച്ചയാടിയിലെ പാലേരിയുള്ള ഒരു വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കബീർ വാക്കവിയുടെ അസീസ്കയുടെ ഈ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് 2 പാട്ടുപാടാനും സംസാരിക്കാനും കഴിയുന്നതും അത് കേട്ടിരിക്കാൻ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നതും ഉമ്മന്റെ പ്രാർത്ഥനയായിരിക്കാം. എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്, എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ, എന്നും ഉള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാനാ, ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്, മാതാവിന്മാരിൽ കിനിയും നമ്മിഞ്ഞ പാലമൃതാണ്, മുഹബത്തിൻ നീണം എന്നും താരാട്ടിന്റെ പാട്ടാണ്. ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കാൻ, ഉമ്മയെ പൊന്നുപോലെ സ്നേഹിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വേദിയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, എന്നും എന്നും എൻ ജീവനാ, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളൊരു ഉമ്മ സഹനക്കടലാണ്. മരുഭൂവിൽ ഒരു നാളിൽ കുളിർവാനിൽ വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ള, ഇരുളിന്റെ യുഗം അതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ നബിയോടിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സുബ്ഹു ബഅദ മിൻ ത്വാലഅതിഹി വല്ലൈലു ദജാ മിൻ വഫറതിഹി, അല്ലാഹു
والليل دجى من وفراته الله 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 فمحمدنا هو سيدنا فالإيس لنا بإجابته الله 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 نبي 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 رسول 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 الله 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട സ്നേഹനിധിയായ മുനീർക്കയുടെ ഈ വീടിന്റെ സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട കബീർ ബാക്കവിയുടെ സാന്നിധ്യത്തിൽ, അസീസ്കയുടെ ഈ സ്നേഹവേദിയിൽ നമ്മളൊക്കെ പ്രിയങ്കരായ ഒരുപാട് നേതാക്കന്മാരുടെയും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ പാട്ടുപാടാൻ സാധിച്ചത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടു വാക്ക് പറയാൻ വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ബഹുമാന്യനായ ബാക്കവിയെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഏകാന്തതയും വിരസതയും വിഹ്വലതയും സൃഷ്ടിച്ച കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത ഒരു ദിവസമാണ്. ഒന്ന് CHS സെന്ററിന് തറക്കല്ലിടുന്നു, അതിന് ഭാഗമാകാൻ പറ്റുന്നു. ശേഷം ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട നവാസ് പാലേരി, ഞങ്ങൾ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും, പക്ഷെ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ എല്ലാം കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അകലെ നിന്ന് കേൾക്കുകയും വിലയിരുത്തുകയും എന്നാൽ ചിലരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അകന്ന് നിൽക്കുന്ന ഒരാളാണ്. കൂടുതൽ അടുത്ത സൗഹൃദങ്ങളൊന്നുമില്ല. അടുത്ത പിന്നെ പിഴുതു മാറ്റാൻ ബുദ്ധിമുട്ടുക. വളരെ അകലെ നിന്ന് സ്നേഹിക്കലാണ്. ആ സ്നേഹം നിലനിൽക്കാൻ എപ്പോഴും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഇതൊരു കലയാണ്. യഥാർത്ഥത്തിൽ അതൊരു തർബീയത്തിൻ്റെ താളമാണ്. മാപ്പിളപ്പാട്ട് എന്നത് കൃത്യമായി പറഞ്ഞാൽ, ഇപ്പോൾ പ്രിയപ്പെട്ട നവാസ് പാലേരി പാട്ട് തുടങ്ങി പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഇടയിൽ വന്ന് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു. ആ നശ്വരമാണ് ജീവിതമെന്ന് അറിഞ്ഞ് ജീവിച്ച രണ്ടാളുകളുടെ കഥയും പറഞ്ഞു. ഉണ്ടുസരി ഒരു കിലോ മുന്തിരി. അങ്ങനെ പറയാൻ കഴിയുന്നത് പരലോകത്ത് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ജീവിതം പറഞ്ഞിട്ട് പിന്നെ പ്രിയപ്പെട്ട ഹബീബിനെ കുറിച്ച് പറഞ്ഞു. അവസാനം അള്ളാഹുവിൽ അവസാനിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചെയിൻ സോങ്, ഒരു ശൃംഖല പറയണമെങ്കിൽ അങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ഗായകന് കഴിയും, അല്ലാത്ത കഴിയില്ല. ഇതിൻ്റെ ഇടയിൽ ഈ എല്ലാ വെളിച്ചത്തിൻ്റെയും വിളക്കായി ഉമ്മയെ കുറിച്ച് ഓർമ്മിച്ചു. അതൊന്നുമില്ലെങ്കിൽ സ്വർഗമില്ലെന്ന് പാടിയിട്ട് പറയാതെ പാടിപ്പറയുകയാണ് നമ്മൾ. ഈ ഒരു കാലമാണ് മാപ്പിളപ്പാട്ടിൻ്റെ യഥാർത്ഥ തർബീയത്തിൻ്റെ താളവുകൾ. അനാവശ്യമായ സംഗീതവും ഓർക്കസ്ട്രയും ഒക്കെ ഉള്ളതിനേക്കാൾ മാപ്പിളപ്പാട്ടൊരു തർബീയത്തിൻ്റെ താളമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇങ്ങനെ പാടുമ്പോൾ. ഈ പാട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത്ര ഹൃദയസ്പർശിയായിട്ട് കേട്ടത് ഇപ്പോഴും. മാത്രമല്ല മാപ്പിളപ്പാട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അങ്ങനെ തന്നെ ജനമനസ്സുകളിൽ എത്തിച്ചിരുന്നു. ആ രണ്ട് വിരലാലെ അടയാളം ഹശ്ർ ഹാലെ, ആ രണ്ട് വിരലാലെ
ആ പ്രിയ സഹോദരരെ എന്ന് നോക്കുന്ന പാട്ടുണ്ട്. ആ രണ്ട് വിരലാല് എന്ന് പറയുമ്പോൾ കവിയോട് പറയുന്ന ഈ രണ്ട് വിരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചു. രണ്ട് വിരൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഹദീത്ത് പറയാൻ മാപ്പിളപ്പാട്ട് മനസ്സിൽ വെച്ച കവിക്ക് രണ്ട് വരി മതി. ആ രണ്ട് വിരലാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിരൽ ഇങ്ങനെ വെച്ചു. അടയാളം ഹശർ ഹാല്, അടയാളം ഈ രണ്ട് വിരലിന്റെ അടയാളം ഹശർ ഹാല്. ഹശർ എന്ന് പറഞ്ഞാൽ പരലോകം, ഹാലെന്ന് പറഞ്ഞ അവസ്ഥ, പരലോകത്തിന്റെ അവസ്ഥയെ ഈ രണ്ട് വിരൽ കൊണ്ട് സൂചിപ്പിച്ച എൻ്റെ പ്രവാചകൻ ആ ഹദീസ് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ്. ആ കവിക്ക്, ആ മാപ്പിളപ്പാട്ട് എഴുതിയ കവിയെ സംബന്ധിച്ചോളം അദ്ദേഹം നല്ല ഹദീസ് പഠിച്ച ആളാണ്, അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ്. കണ്ണീരാ നിർമ്മിച്ചൊരു പെട്ടിയത, പെട്ടിയതിനുള്ളിൽ വരാൻ കുട്ടിയത. ഖുർആന്റെ കസസുകളെ അങ്ങനെ മനസ്സിലാക്കി ഒരാൾക്ക് പറ്റുള്ളൂ. മോയിൻകുട്ടി വൈദ്യര് വെറുതെ ബദർക്കിസപ്പാട്ട് എഴുതിയല്ല, ബദറിനെ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് ഞാൻ പറയുന്നത്, വിവരമുള്ളവൻ എഴുതിയാൽ വിവരമേ വരും, വിവരമില്ലാത്തവൻ എഴുതിയാൽ വിവരത്തിലേ വരും. അപ്പൊ അവർക്ക് വിവരമുണ്ടായിരുന്നു, അവർ കൃത്യമായിട്ട് അത് എഴുതി നമ്മുടെ മുമ്പിൽ ഒരു ഇസ്ലാമിക ചരിത്രത്തിന്റെ പാരമ്പര്യം ഒരു വരച്ചു കെട്ടി. ഇതാണ് മാപ്പിളപ്പാട്ട്. പക്ഷെ ഇന്ന് ഏറ്റവും വലുത് പ്രണയമാണെന്ന് നമ്മൾ കരുതിയപ്പോൾ പ്രണയം എന്ന ഒരു ചപല വികാരത്തെ മാപ്പിളപ്പാട്ടിൽ നമ്മൾ ചേർത്ത് കിട്ടി. പക്ഷെ പഴയകാല കവികൾ പ്രണയത്തെയും ചേർത്ത് കെട്ടി. പഴയകാല കവികള് ഇപ്പൊ പി ടി അബ്ദുറഹ്മാൻ സാഹിബ് പ്രണയത്തെ എത്ര മനോഹരമായിട്ട് വരച്ചെടുത്ത് ആ പാട്ട് ഈ പാട്ട് നമ്മൾ നോക്കി. പി ടി അബ്ദുറഹ്മാൻ സാഹിബ് ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം, ഓത്ത് കണ്ണീർ വാർത്തിരുന്നു കണ്ണീർ വാർത്തി നിൽക്കുകയാണ് നീലമേഘം. വെമ്പടിയിൽ നമ്മൾ കെട്ടിവെച്ച നെല്ലിക്ക, നമ്മുടെ മടിത്തട്ടിലെ നെല്ലിക്കയിൽ കെട്ടിക്കൊണ്ട് ഓത്തുപള്ളിയിൽ പോയി. ആ ഓത്തുപള്ളിയില് ഇനി ചെറുപ്പത്തിന്റെ ചപല വികാരങ്ങളുണ്ടോ പ്രണയത്തിന്റെ. നെല്ലിക്ക എടുത്ത് അടുത്ത മദ്രസയിൽ നിന്ന് കുട്ടിക്ക് കൊടുത്തപ്പോൾ മൊല്ലാക്ക ചൂരലെടുത്തടിച്ചു. യഥാർത്ഥത്തിൽ ആ പ്രണയമാണ് യഥാർത്ഥ പ്രണയം. അതിന് മൊല്ലാക്കയും വന്നു, പഴയകാല നമ്മുടെ ഗതകാല സ്മരണകളും വന്നു. എന്നാൽ അതൊന്നും പ്രണയമായിരുന്നില്ല, ഇന്നത്തെ ജീവിതമായിരുന്നു യഥാർത്ഥം എന്ന് പി ടി അബ്ദുറഹ്മാൻ സാഹിബ് വളരെ കൃത്യമായിട്ട് എഴുതി. യഥാർത്ഥത്തിൽ ഇങ്ങനെ മാപ്പിളപ്പാട്ടിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെല്ലാവരും മാപ്പിളപ്പാട്ട് ഒരു തർബീയത്തിന്റെ താളമായിട്ട് മനസ്സിലാക്കും. ഇന്നത് വികലമാക്കപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ പ്രണയത്വമെന്ന ഒരു ചപല വികാരത്തെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇക്കിളിപ്പെട്ടുന്ന ഒരു പുതിയ പാട്ടുകളുടെ കാലത്ത് പഴയകാല പാട്ടുകളെ, മാപ്പിളപ്പാട്ടുകളെ ഒരു തർബീയത്തിന്റെ താളമായിട്ട് അവതരിപ്പിക്കുന്നതിൽ പ്രിയപ്പെട്ട ഗായകൻ നവാസ് പാലേരി പൂർണ്ണമായി വിജയിച്ചു എന്നതാണ്. അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കാനും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒരേ ഒരു കാരണമാണ്. കാരണം അതിൻ്റെ തനിമ, അതിൻ്റെ പൊലിമ, അതിൻ്റെ ഒരു ആശയം, അത് കൃത്യമായൊരു പുതിയ തലമുറയ്ക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നു. അദ്ദേഹം ഇർഷാദും തമ്മിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്താണ് ഇർഷാദ് അമാനിച്ചാരി. അവർ രണ്ടുപേരും ഇവിടെ ദർശനയിൽ അവതരിപ്പിച്ചൊരു പരിപാടിയുണ്ട്, പാട്ടിന്റെ പാലായിട്ട്. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടു എന്നറിയും. കാരണം ഇത്ര മനോഹരമാണ് മാപ്പിളപ്പാട്ടെന്ന് അവരുടെ രണ്ടുപേരെ സംവാദത്തിന് മനസ്സിലായി. അപ്പൊ മാപ്പിളപ്പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തന്നെ ആസ്ഥാന ഗായകൻ ആസ്ഥാനത്തിന് താമസിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പോയ കൈവഴികളെ ഓർമ്മിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കുറിച്ച് അദ്ദേഹം മുനവല്ലി തങ്ങളുടെ മുമ്പിലിരുന്ന് പാടുന്ന പാട്ടുണ്ട്. അത് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയും. പക്ഷേ ആ കണ്ണ് നിറയിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ് നല്ല ഗാംഭീര്യമുള്ള മധുരസ്വരം. അങ്ങനെയുണ്ട്, സ്വരം മധുരമല്ല, ഗാംഭീര്യമുള്ള മധുരസ്വരം. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. മറക്കാനാവാത്ത ഒരു സന്ധ്യ വളരെ എളിമയോടെ നമുക്ക് സമ്മാനിച്ചതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിതിന് ആദ്യത്തെ മറുപടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുനീർ സാഹിബും കുടുംബവും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും വയനാട് വളരെ മനോഹരമായൊരു രാത്രിയും പകലും നമുക്കിന്ന് സമ്മാനിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വീട്ടുകാരും വളരെ സന്തോഷത്തിലാവും. ഒരു നല്ല കാര്യം ചെയ്യാനും സൗഹൃദങ്ങൾ കൊണ്ടുവരാനും പുതിയ സുഹൃത്തുക്കൾ കൂട്ടിത്തറക്കാനും ഒക്കെ കഴിയുന്നത് ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മകളാണ്. അള്ളാഹു ഓർമ്മയെ നിലനിർത്തി തരുമാറാണ്. അപ്പോൾ എനിക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് അഭ്യർത്ഥനയുണ്ട് നവാസ് പാലേരി സാഹിബ്. ഒന്ന്, ഞാൻ അത് എൻ്റെ ഒരു സ്ഥാപനമുണ്ട്, എൻ്റെ അല്ല ഞങ്ങളുടെയൊക്കെ ഒരു സ്ഥാപനം. ഞാൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒഴുക്കി പോണ ഒരാൾ വന്ന് നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ അസീസായി അടക്കമുള്ള
അതിനെയൊക്കെ ഏത് പ്രതിസന്ധിയിലും കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹമൊക്കെ സഹായിച്ചുണ്ടാക്കിയ നല്ല സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഒരു ദിവസം പറയും എൻ്റെ 150 ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ പാടിയും പറഞ്ഞും ഒക്കെ ഒരു രാത്രി നമുക്ക് അവിടെ കഴിച്ചു. വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഹാഫിളീങ്ങളാണ്. അവരോടൊക്കെ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് അമ്മാ ബഅദ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഏകാന്തതയും വിരസതയും വിഹ്വലതയും സൃഷ്ടിച്ച കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത ഒരു ദിവസമാണ്. ഒന്ന് CHS എന്ന് തറക്കല്ലിടുന്നു, അതിന് ഭാഗമാകാൻ പറ്റുന്നു. ശേഷം ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട നവാസ് പാലേരി, ഞങ്ങൾ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ എല്ലാം കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അകലെ നിന്ന് കേൾക്കുകയും വിലയിരുത്തുകയും എന്നാൽ ചിലരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അകന്ന് നിൽക്കുന്ന ഒരാളാണ്. കൂടുതൽ അടുത്ത സൗഹൃദങ്ങളൊന്നുമില്ല. അടുത്ത പിന്നെ പിഴുതു മാറ്റാൻ ബുദ്ധിമുട്ടുക. വളരെ അകലെ നിന്ന് സ്നേഹിക്കലാണ്. ആ സ്നേഹം നിലനിൽക്കാൻ എപ്പോഴും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഇതൊരു കലയാണ്. യഥാർത്ഥത്തിൽ അതൊരു തർബീയത്തിൻ്റെ താളമാണ്. മാപ്പിളപ്പാട്ട് എന്നത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ പ്രിയപ്പെട്ട നവാസ് പാലേരി പാട്ട് തുടങ്ങി പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഇടയിൽ വന്ന് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു. ആ നശ്വരമാണ് ജീവിതമെന്ന് അറിഞ്ഞ് ജീവിച്ച രണ്ടാളുകളുടെ കഥയും പറഞ്ഞു. ഉണ്ടുസരി ഒരു കിലോ മുന്തിരി. അങ്ങനെ പറയാൻ കഴിയുന്നത് പരലോകത്ത് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ജീവിതം പറഞ്ഞിട്ട് പിന്നെ പ്രിയപ്പെട്ട ഹബീബിനെ കുറിച്ച് പറഞ്ഞു. അവസാനം അള്ളാഹുവിൽ അവസാനിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചെയിൻ സോങ്, ഒരു ശൃംഖല പറയണമെങ്കിൽ അങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ഗായകന് കഴിയും, അല്ലാത്ത കഴിയില്ല. ഇതിൻ്റെ ഇടയിൽ ഈ എല്ലാ വെളിച്ചത്തിൻ്റെയും വിളക്കായി ഉമ്മയെ കുറിച്ച് ഓർമ്മിച്ചു. അതൊന്നുമില്ലെങ്കിൽ സ്വർഗമില്ലെന്ന് പാടിയിട്ട് പറയാതെ പറയുകയാണ് നമ്മൾ. ഈ ഒരു കാലമാണ് മാപ്പിളപ്പാട്ടിൻ്റെ യഥാർത്ഥ തർബീയത്തിൻ്റെ താളവും. അനാവശ്യമായ സംഗീതവും ഓർക്കസ്ട്രയും ഒക്കെ ഉള്ളതിനേക്കാൾ മാപ്പിളപ്പാട്ടിന് തർബീയത്തിൻ്റെ താളമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇങ്ങനെ പാടുമ്പോഴാണ്. ഈ പാട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത്രയും ഹൃദയസ്പർശിയായിട്ട് കേട്ടതിപ്പോഴും. മാത്രമല്ല മാപ്പിളപ്പാട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങനെ തന്നെ ജനമനസ്സുകളിൽ എത്തിച്ചിരുന്നു. ആ 2 വിരലാലെ അടയാളം ഹശ്ർ മേലെ ഹശ്ർ ഹാലെ, ആ 2 വിരലാലെ ആ പ്രിയ സഹോദരരെ എന്ന് നോക്കുന്ന പാട്ടുണ്ട്. ആ 2 വിരലാലെ എന്ന് പറയുമ്പോൾ കവിയോട് പറയുന്നത് 2 വിരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 2 വിരൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അനാവ കാഫിലുൽ യതീമിൽ ജന്നത്തി ഹാക്കദ, ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഹദീത്ത് പറയാൻ മാപ്പിളപ്പാട്ട് മനസ്സിൽ വെച്ച കവിക്ക് 2 വരി മതി. ആ 2 വിരലാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിരൽ ഇങ്ങനെ വെച്ചു. അടയാളം ഹശ്ർ ഹാലെ, അടയാളം ഈ 2 വിരലിന്റെ അടയാളം ഹശ്ർ ഹാലെ. ഹശ്ർ എന്ന് പറഞ്ഞാൽ പരലോകം, ഹാലെന്ന് പറഞ്ഞ അവസ്ഥ. പരലോകത്തിന്റെ അവസ്ഥയെ ഈ 2 വിരൽ കൊണ്ട് സൂചിപ്പിച്ച എൻ്റെ പ്രവാചകൻ ആ ഹദീസ് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ്. ആ കവിക്ക്, ആ മാപ്പിളപ്പാട്ട് എഴുതിയ കവിയെ സംബന്ധിച്ചോളം അദ്ദേഹം നല്ല ഹദീസ് പഠിച്ച ആളാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ്. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത, പെട്ടിനുള്ളിൽ വരാൻ കുട്ടിയത. ഖുർആന്റെ കസസുകളെ അങ്ങനെ മനസ്സിലാക്കി ഒരാൾക്ക് പറ്റുള്ളൂ. മോയിൻകുട്ടി വൈദ്യര് വെറുതെ ബദർക്കിസപ്പാട്ട് എഴുതിയില്ല, ബദറിനെ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, വിവരമുള്ളവൻ എഴുതിയാൽ വിവരമേ വരും, വിവരമില്ലാത്തവൻ എഴുതിയാൽ വിവരത്തിലേ വരും. അപ്പോൾ അവർക്ക് ആ വിവരമുണ്ടായിരുന്നു, അവർ കൃത്യമായിട്ട് എഴുതി നമ്മുടെ മുമ്പിൽ ഒരു ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പാരമ്പര്യം ഒരു വരച്ചു കെട്ടി. ഇതാണ് മാപ്പിളപ്പാട്ട്. പക്ഷെ ഇന്ന് ഏറ്റവും വലുത് പ്രണയമാണെന്ന് നമ്മൾ കരുതിയപ്പോൾ പ്രണയം എന്ന ഒരു ചപല വികാരത്തെ മാപ്പിളപ്പാട്ടിൽ നമ്മൾ ചേർത്ത് കിട്ടി. പക്ഷെ പഴയകാല കവികൾ പ്രണയത്തെയും ചേർത്ത് കെട്ടി. പഴയകാല കവികൾ ഇപ്പോൾ PT അബ്ദുറഹ്മാൻ സാഹിബ് പ്രണയത്തെ എത്ര മനോഹരമായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ആ പാട്ട് ഈ പാട്ട് നമ്മൾ നോക്കി. PT അബ്ദുറഹ്മാൻ സാഹിബ് ഒത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം,
ഓത്ത് കണ്ണീർ വാർത്തിരുന്നു. കണ്ണീർ വാർത്തി നിൽക്കുകയാണ് നീലമേഘം. പെമ്പൊടിയിൽ നമ്മൾ കെട്ടിവെച്ച നെല്ലിക്ക. നീ എനിക്കായി കിട്ടിയ നെല്ലിക്ക കണ്ടുചൂരൽ നമ്മുടെ മടിത്തട്ടിലെ നെല്ലിക്കയിൽ കെട്ടിക്കൊണ്ട് ഓത്തുപള്ളിയിൽ പോയി. ആ ഓത്തുപള്ളിയില് ഇനി ചെറുപ്പത്തിന്റെ ചപല വികാരങ്ങളുണ്ടോ പ്രണയത്തിന്റെ? നെല്ലിക്ക എടുത്ത് അടുത്ത മദ്രസയിൽ നിന്ന് കുട്ടിക്ക് കൊടുത്തപ്പോൾ മൊല്ലാക്ക ചൂരലെടുത്തടിച്ചു. യഥാർത്ഥത്തിൽ ആ പ്രണയമാണ് യഥാർത്ഥ പ്രണയം. അതിന് മൊല്ലാക്കയും വന്നു, പഴയകാല നമ്മുടെ ഗതകാല സ്മരണകളും വന്നു. എന്നാൽ അതൊന്നും പ്രണയമായിരുന്നില്ല, ഇന്നത്തെ ജീവിതമായിരുന്നു യഥാർത്ഥം എന്ന് ജീവിതത്തിനമായി വളരെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ മാപ്പിളപ്പാട്ടിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെല്ലാവരും മാപ്പിളപ്പാട്ടിന് തർബീയത്തിന്റെ താളമായിട്ട് മനസ്സിലാക്കി. ഇന്നത് വികലമാക്കപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ പ്രണയത്വമെന്ന ഒരു ചപല വികാരത്തെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇക്കിളിപ്പെട്ടുന്ന ഒരു പുതിയ പാട്ടുകളുടെ കാലത്ത് പഴയകാല പാട്ടുകളെ, മാപ്പിളപ്പാട്ടുകളെ ഒരു തർബീയത്തിന്റെ താളമായിട്ട് അവതരിപ്പിക്കുന്നതിൽ പ്രിയപ്പെട്ട ഗായകൻ നവാസ് പാലേരി പൂർണ്ണമായി വിജയിച്ചു എന്നതാണ്. അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കാനും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒരേ ഒരു കാരണമാണ്. കാരണം അതിൻ്റെ തനിമ, അതിൻ്റെ പൊലിമ, അതിൻ്റെ ഒരു ആശയം, അത് കൃത്യമായൊരു പുതിയ തലമുറയ്ക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നു. അദ്ദേഹം ഇർഷാദ് തമ്മിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്താണ് ഇർഷാദ് യമാനിച്ചാരി. അവർ രണ്ടുപേരും ഇവിടെ ദർശനം അവതരിപ്പിച്ചൊരു പരിപാടിയുണ്ട്, പാട്ടിന്റെ പാലായി. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടു എന്നറിയും. കാരണം ഇത്ര മനോഹരമാണ് മാപ്പിളപ്പാട്ടെന്ന് അവരുടെ രണ്ടുപേരെ സംവാദത്തിന് മനസ്സിലായി. അപ്പൊ മാപ്പിളപ്പാട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തന്നെ ആസ്ഥാന ഗായകൻ ആസ്ഥാനത്തിന് താമസിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പോയ കൈവഴികളെ ഓർമ്മിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കുറിച്ച് അദ്ദേഹം മുനവല്ലി തങ്ങളുടെ മുമ്പിലിരുന്ന് പാടുന്ന പാട്ടുണ്ട്. അത് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയും. പക്ഷെ ആ കണ്ണ് നിറയിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. മാത്രമല്ല അൽഹംദുലില്ലാ നല്ല ഗാംഭീര്യമുള്ള മധുരസ്വരം. അങ്ങനെയുണ്ട്, സ്വരം മധുരമല്ല, ഗാംഭീര്യമുള്ള മധുരസ്വരം. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. മറക്കാനാവാത്ത ഒരു സന്ധ്യ വളരെ എളിമയോടെ നമുക്ക് സമ്മാനിച്ചതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിതിന് ആദ്യത്തെ മറുപടിയാ നമ്മുടെ പ്രിയപ്പെട്ട മുനീർ സാഹിബും കുടുംബവും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും വയനാട് വളരെ മനോഹരമായൊരു രാത്രിയും പകലും നമുക്കിന്ന് സമ്മാനിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഇക്കാര്യം വളരെ സന്തോഷത്തിലാവും. ഇത് നല്ല കാര്യം ചെയ്യാനും സൗഹൃദങ്ങൾ കൊണ്ടുവരാനും പുതിയ സുഹൃത്തുക്കളെ കൂട്ടിച്ചേർക്കാനും ഒക്കെ കഴിയുന്നത് ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മകളാണ്. അള്ളാഹു ഓർമ്മയെ നിലനിർത്തി തരുമാറാണ്. അപ്പോൾ എനിക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് അഭ്യർത്ഥനയുണ്ട് നവാസ് പാലേരി സാഹിബ്. ഒന്ന്, ഞാൻ എൻ്റെ ഒരു സ്ഥാപനമുണ്ട്, എൻ്റെ അല്ല ഞങ്ങളുടെ ഒരു സ്ഥാപനം. ഞാൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒഴുക്കി പോണ ഒരാളുമായി നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ അസീസ് സാഹിബ് അടക്കമുള്ള അതിനെയൊക്കെ ഒരു ഏത് പ്രതിസന്ധിയിലും കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹമൊക്കെ സഹായിച്ചുണ്ടാക്കിയ നല്ല സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഒരു ദിവസം പറയും എൻ്റെ 150 ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ പാടിയും പറഞ്ഞും ഒക്കെ ഒരു രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ കഴിച്ചു. വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഹാഫിളീങ്ങളാണ്. അവരോടൊക്കെ ഞാൻ പറയും. ചിലപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, മാപ്പിളപ്പാട്ടിനൊരു തർബീയത്തിന്റെ താളമുണ്ട്. ആ താളം നമ്മൾ പഠിക്കണം. അബുദാബി കത്തുപാട്ടൊക്കെ എത്ര മനോഹരമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രവാസ ജീവിതത്തെ വരച്ചു കാട്ടി അതുപോലെ വരയ്ക്കാൻ പിന്നെ ഏത് പാട്ടിനാ കഴിഞ്ഞിട്ടുള്ളൂ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെന്ത് സുഖഭോഗം നിനക്കിന്നുണ്ടെന്നാലും ഏറെ ഫോറിൻ പണം ഗൾഫീന്ന് വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും തെറ്റിപ്പോകും, കൽബ് പൊട്ടിപ്പോകും. അബുദാബിയിലുള്ളോരെടുത്തു ഇത് മാപ്പിള ഇത് പറഞ്ഞ ഈ അത് പറയാൻ പിന്നെ അങ്ങനെ പോകും. നിങ്ങൾ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്ര മനോഹരമായി സ്ത്രീക്ക് പറയാൻ കഴിയില്ല. അള്ളാഹ് റസൂലിനെയും കഴിഞ്ഞേരി അള്ളാഹു റസൂലും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭർത്താവാണ്. ഇത്ര മനോഹരമായിട്ട് ഒരൊറ്റ വരിയിൽ ഒരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കാൻ മാപ്പിളപ്പാട്ടിന് കഴിയുന്നുണ്ട്. ഇതിന്റെ തർബീയത്തോടെ നിങ്ങൾ ആലോചിച്ചു. അത് ഓരോരു പാട്ടല്ല. അള്ളാഹു റസൂലും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലുതാരാ? എൻ്റെ ഭർത്താവാണെന്ന പെണ്ണ് പറയാണ്. അത്രയും നല്ലൊരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ സ്ഫടിക സമാനമായ സ്ഫുട മനസ്സിനെ
തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രതിബിംബം വേറെ ഇല്ല. അല്ല മാപ്പിളപ്പാട്ട് നമ്മളതിനെ ചർച്ച ചെയ്താൽ ഒരു രാത്രി മുഴുവൻ പറയും. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഈ കത്തെഴുതിയ കാലത്താണ് പ്രവാസിയുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും വലിയ പ്രണയത്തിന്റെ വ്യവസ്ഥ ഉണ്ടായത്. ഇവിടുന്ന് കത്തയക്കുക, ഇല്ലൻ്റെ അവിടെ വരുന്നതുവരെ ഒരാഴ്ച കാത്തിരിക്കുക, പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വായിക്കുക, വായിച്ചിട്ട് തലേണ വെക്കുക, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും വായിക്കുക, അത് മടക്കി തലേണ വെക്കുക, കീറിക്കളയില്ല. പിന്നെ അടുത്ത കത്ത് വരുന്നത് വരെ ഭാര്യയും മക്കളെ ഓർമ്മ വരുമ്പോൾ ഈ ഇല്ലൻ്റെ അടുത്ത് നിവർത്തിയാൽ മതി, അതേ ഭാര്യയും മക്കളുടെ മുഖം ഉണ്ടാവും. അന്ന് ഒരു പ്രവാസിയുടെ ഭാര്യ ഇങ്ങനെ വഴിതെറ്റിട്ടില്ല, ഒരു പ്രവാസിയും പോയിട്ടില്ല. പക്ഷെ ഇന്ന് വീഡിയോ കോളും മിസ് കോളും ആവശ്യമുണ്ടെങ്കിൽ എടുക്കില്ല, പിന്നെ കണ്ടാൽ തിരിച്ചു വിളിക്കാം. ആ ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് ഈ കെമിസ്ട്രി ഇല്ലാതായി. ഇല്ലൻ്റെയും കത്തിൻ്റെയും കാലത്താണ് പ്രവാസിയുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം നിലനിന്നത്. ഏതായാലും അള്ളാഹുവിനൊക്കെ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം ഞാനിത് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ മാപ്പിളപ്പാട്ട് നമ്മൾ പഠിച്ചാൽ ഒത്തിരി ആഴത്തിൽ പഠിക്കണം, നമ്മൾ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ തർബീയത്തിൻ്റെ താളമായിട്ട് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകും. അപ്പൊ എന്റെ ഒന്നാമത്തെ അഭ്യർത്ഥന കഴിഞ്ഞുള്ളൂ. ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പിളപ്പാട്ടുണ്ട്, അത് ഈ പകലൻ നിശാനി ആലം. ആ പാട്ട്. രണ്ടാമത് എനിക്ക് ബാഫഗീതങ്ങളെ കുറിച്ചൊരു പാട്ടുണ്ട്, അള്ളാഹുവിന്റെ പുണ്യ, അള്ളാഹുവിന്റെ. ഈ രണ്ട് പാട്ട് എന്റെ വണ്ടിയിലുണ്ടാവും. ഞാൻ ഡ്രൈവർമാരോട് എപ്പോഴും പറയും, എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന രണ്ട് പാട്ട്. ആ രണ്ട് പാട്ടും കൂടെ പാടിയിട്ട് ഞാൻ പകല നിശാനി പാടാം, മറ്റു പാട്ട് ഓർമ്മയില്ല. അതിന് ബദലായി നമുക്ക് നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ബഹുമാനിയരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവിയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ പാട്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹനിധിയായ അസീസ് ടി നമ്മോടൊപ്പം ഉണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF-ൻ്റെയും മറ്റ് ഒരുപാട് സംഘടന നേതാക്കളും നായകന്മാരും വേദിയിലുണ്ട്. സ്നേഹനിധിയായ കബീർ ബാക്കവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ മുഹമ്മദ് റാഫി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട AVKയുടെ പാട്ടുകളാണ് ഈ പാട്ടുകളൊക്കെ. എന്നും ജീവിക്കുന്ന പാട്ടുകൾ. ആ കാലത്ത് മദ്രാസിൽ വെച്ചായിരുന്നു അന്ന് റെക്കോർഡിംഗ് നടന്നിരുന്നത്. MS ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ KT മൊയ്തീന്റെയും KT മുഹമ്മദിന്റെയും രചനയിലെ പാട്ടുകൾ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അവിടുത്തെ ഔലിയാക്കളെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ പാട്ട് വളരെ സ്നേഹത്തോടെ ആലപിക്കാം. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക് സമാനൂന. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക് സമാനൂന. ഈസാ മസീഹിൻ സൂതി മറിയം വയറ്റിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റുന്നോനെ ഹാദി. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക് സമാനൂന. മുഖ്താർ നബി അവരെ മിഅ്റാജിലേറ്റിയോനെ ഹിക്മത്ത് നൽകിയോനെ ഇർഹം റഹീമനാനെ. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക് സമാനൂന. തഖ്ദീർ കലം പ്രസ്ഥാന
തഅലീമുൽ ലൗഹുസ്താന തലമറിശി കുറിശദീന തട്ടേഴും വാഴുന്നോന പകലന്നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക്ക് സമാനൂന മനുഷ്യ പിതാവ് ആദം മാതാ ഹവ്വ സഹീദം മറുതി പഴം ഭുജിച്ചേ മൽഹൂൻ കെണി പെടുത്തേ പകലന്നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക്ക് സമാനൂന. നേരത്തെ പ്രിയപ്പെട്ട കബീർ ബാക്കവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു വിഷയം, മരണം എന്ന് പറയുന്ന വിഷയം, അതുകൂടി ഒന്ന് സ്പർശിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു, പാടുന്നു, ഒരുപാട് ചിന്തിക്കുന്നു, ചിരിക്കുന്നു, ആഘോഷിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ നിഴലുപോലെ മൗത്ത്, മരണം നമ്മുടെയൊക്കെ ഇങ്ങനെ നിഴലുപോലെ നടക്കുകയാണ്. ഏത് സമയത്താണ്, എപ്പോഴാണ്, ഇന്ന് ഞാനിട്ട ഈ കോട്ടും ഡ്രസ്സും ആരാണ് അഴിച്ചു മാറ്റുക, എൻ്റെ നമസ്കാരം ഇനി ആരാണ് നമസ്കരിക്കുക, എൻ്റെ പേരിൽ മയ്യത്ത് എന്ന് ആരാണ് വിളിക്കുക എന്ന് നമുക്കറിയില്ല. ആരടി മണ്ണിലന്ത്യം പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം. ആരടി മണ്ണിലന്ത്യം പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം. നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം. നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം. അന്തസ്സുള്ളൊരു ദുനിയാവ്, അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അന്ത്യമായ യാത്ര നീതിരിക്കും. അവസാന വേദന നീ സഹിക്കും. ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും. ആരും സഹായത്തിനില്ലാതെ പോകും. അഹങ്കാരക്കാരൻ, അഴിമതി വീരൻ, ആരോടും ചൂളാത്ത ശൂരൻ. സമരക്കാരൻ, അമരക്കാരൻ, സമരക്കാരൻ, അമരക്കാരൻ. അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ, അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ. സുഖമിത് മാറും, സുയിപ്പായി തീരും. സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീങ്ങും. സമയം കണ്ണീർ പൊടിക്കും എല്ലാരും. കുളിപ്പിച്ച് കോടി പുടവയിൽ മൂടി കർപ്പൂരം പനിനീരും ചൂടും. നമസ്കരിക്കും, സമസ്കരിക്കും, നമസ്കരിക്കും, സമസ്കരിക്കും. സമയം വരെയും അന്നാളുകൾ കൂടും. സമയം വരെയും അന്നാളുകൾ കൂടും. ബന്ധുക്കളെത്തി മയ്യത്തെടുത്ത് ഇരുളാർന്ന കബറുള്ളിൽ താഴ്ത്തും. ഇണയതുമില്ല, തുണയതുമില്ല, ഇണയതുമില്ല, തുണയതുമില്ല. അന്നേരം ആരും സഹായത്തിനില്ല. അന്നേരം ആരും സഹായത്തിനില്ല. സുഖമിത് മാറും, സുയിപ്പായി തീരും. സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും. സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. പരം വിധിച്ചുമ്മ
വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചഹത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഓരോരോ വീർപ്പിലെന്റെ ആയുസ്സെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും. മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും, മന്നാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂ. ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്, ഇടറാതെ കൽബിൽ ഈമാനൂട്ടി നീ എന്നെ നടത്തിക്ക്. യാ ഇലാഹി നീയാണെല്ലാറ്റിനും രക്ഷ, എന്തിനാണ് ഈ അഗ്നി പരീക്ഷ. മരണപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ പ്രിയപ്പെട്ട സഹധർമ്മിണി സ്നേഹനിധിയായ ഭാര്യ എടുത്തു വിളിച്ച്, ഫാത്തുമ്മ ഞാൻ മരിക്കാൻ പോവുകയാണ്, ആമിന ഞാൻ മരിക്കാൻ പോവുകയാണ്, ജസീല ഞാൻ മരിക്കാൻ പോവുകയാണ്, ഒന്ന് അടുത്ത് വരണം, എനിക്ക് നിന്നെ കാണണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി കടന്നു വന്ന മഹർ കെട്ടി സ്വന്തമാക്കിയ എന്നെ എനിക്കൊന്ന് കാണണം. എൻ്റെ അവസാനത്തെ നിന്റെ ശ്വാസത്തിൽ, നിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ, എൻ്റെ ശ്വാസത്തിൽ നിന്റെ മണമായിരിക്കണം. എൻ്റെ കാഴ്ചയിൽ പ്രിയപ്പെട്ടവളെ നിന്റെ മുഖമായിരിക്കണം. എൻ്റെ ജീവിതം നിന്റെ മുമ്പിലായിരിക്കണം അവസാനിക്കേണ്ടത്. ആഹാ, മരണമെത്തുന്ന നേരത്ത്, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പള്ളിപ്പറമ്പിലൂടെ പോകുമ്പോൾ ആ കിടക്കുന്നത്, ആ ഖബർസ്ഥാനിൽ കിടക്കുന്നത് പ്രിയപ്പെട്ട ഉപ്പമാരാണ്, ഉമ്മമാരാണ്, സുഹൃത്തുക്കളാണ്, അഹിലീങ്ങളാണ് എന്നൊരു ഓർമ്മ നമുക്ക് വേണം. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമൽ മുഅ്മിനീൻ. പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ, അവരാരെന്ന് ഓർക്കാറുണ്ടോ നമ്മൾ? അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കളുണ്ടാക്കാട്ടിൽ, നമ്മുടെ കൂട്ടുകുടുംബക്കാരുണ്ടതിൽ, അവരിന്ന കല്ലറയിൽ നമ്മെ വിട്ട് ആറടി മണ്ണിനുള്ളിൽ. സംശയം നമ്മൾ പാടുമ്പോൾ അങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും. നേരത്തെ നമുക്ക് പാടാം. അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കൂടുതൽ സൂചിപ്പിച്ചത് മരണവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടുതലിരിക്കുന്ന ഒരാൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവ്. പെങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മ മരണപ്പെട്ടത് ഒരു സ്വന്തം. ഇത് തൊട്ടടുത്ത ദിവസം ഒരു അനുഭവമുണ്ട്. തൊട്ടടുത്ത ദിവസം അങ്ങനെ പറയാൻ കിടന്നപ്പോൾ രാത്രി 12 മണിക്ക് ചുറ്റി പോയി. 2 മണിക്ക് ഒരു സുഖകരമല്ലാത്തൊരു സുഖമാണ്. അതായത് ഉമ്മ ബോധം കിട്ടി നാവൊക്കെ ഇങ്ങോട്ടൊക്കെ പുറത്തേക്ക് വന്നതിൻ്റെ കയ്യിൽ നിന്ന് കിടക്കുന്നു. വളരെ ദയനീയമായ ഒരു മുഖം കണ്ടു. അതുപോലെ എഴുന്നേറ്റ് പ്രവേശിച്ചു. ഉമ്മ വിളിച്ചു. ഉമ്മ അപ്പുറത്ത് റൂമിലുണ്ട്. ഉമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലോട്ട് നമ്മൾ കൊടുത്തു. എന്താ പോലെ വിളിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ശല്യം ഇപ്പോൾ വിളിച്ച ഒന്നുമില്ല, വെറുതെ വിളിച്ച എനിക്ക് ഉമ്മ വേണം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മ കൊടുത്തു. പിറ്റേന്ന് ആശുപത്രിയിൽ ഞങ്ങൾ ഇതര ആശുപത്രിയിൽ പോയതുകൊണ്ട് ഉമ്മയുടെ അടുത്ത് പോയത് കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്ന ഒരു പേടി ഉമ്മയുടെ അടുത്ത് പറഞ്ഞാൽ കൊണ്ടുണ്ടാവുന്നു. അന്ന് രാത്രി ഞാൻ അസ്വപ്നങ്ങളുടെ രൂപത്തിൽ ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലത് വല്ലാതെ അത് അവരുണ്ടായ അനുഭവമാണെങ്കിലും ഒരു ആകർഷണമായി ഒരു നമ്പരമായി മനസ്സിലായി. ഉമ്മ എന്താണോ ആഗ്രഹിച്ചത് ഉമ്മ ചോദിച്ചു വേണം പിറ്റേന്ന് പോയിക്കട്ടില്ല. പിന്നെ ഉമ്മ എഴുതിയിട്ടില്ല. ആ ഉമ്മ അന്ന് വൈകുന്നേരം അതേ രൂപത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉമ്മ സാധാരണ മരുന്ന് കൊണ്ടുപോയി. മരുന്ന് ഉമ്മ വന്നില്ല. ആളുകൾ തിരക്കി
തോട്ടങ്ങളിൽ നോക്കി കണ്ടില്ല. അത് ചെന്നപ്പോൾ വയലിൽ വരുമ്പോൾ ചിലത് തോന്നി എങ്ങനെയാണ് സ്വപ്നം കണ്ട രൂപത്തിലുള്ള അമ്മയെടുത്ത് മാനന്തവാടി ആശുപത്രിയിൽ പോയി. അവിടുന്ന് ഒരു കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പറ്റയിൽ കൊണ്ടുപോയി സ്വപ്നം കണ്ട രൂപത്തിൽ മരണപ്പെട്ടവർ. ഇപ്പോൾ ഈ പാട്ടുകൾ പാടിയപ്പോൾ അല്ലാത്ത സംഗ്രഹവും അതിലുണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാതെ നമ്മളൊക്കെ തന്നെ ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആണ്ടിനെ കുറിച്ച് ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിൽ ആണ്ട് മാത്രമാണ്. അപ്പോൾ അതൊക്കെയുള്ള ആണ്ടിന് പച്ചക്കൊടി പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, ഉച്ചത്തിലായി ജയ് വിളിച്ചു ജിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു ജിന്ദാബാദ്. പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, ഉച്ചത്തിലായി ജയ് വിളിച്ചു ജിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു മുസ്ലിം ലീഗ്. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് വഫാത്തായി പോയ ഒരാളെ കുറിച്ച് നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്നു. മഹാന്മാരുടെ സ്മരണകളൊക്കെ വിസ്മൃതിയിലാണ് പോകുന്ന ഈ കാലഘട്ടത്തിലും നമ്മളെപ്പോലുള്ള യുവാക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ, പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് അദ്ദേഹം വലിയൊരു സമ്പന്നനായ കൊണ്ടല്ല, അദ്ദേഹം വലിയൊരു വീടുണ്ടാക്കിയത് കൊണ്ടല്ല, അദ്ദേഹം ചെയ്തു വെച്ച നന്മകളുടെ അടിസ്ഥാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ്. നമ്മളൊരു തുമ്പപ്പൂവ് കാണുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, ഒരു വെള്ളരിപ്രാവ് ഇങ്ങനെ പറന്നു പോകുമ്പോൾ, നല്ലൊരു പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു നാമമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പുഞ്ചിരിയിൽ പൂടെത്തിയ സ്നേഹ പ്രഭാവം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ. വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ, വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ. മരണം മർത്യന് ജനനം പോലെ വിധിച്ചു ഫർളായി ഖാലിക്കായോ. മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരെ. ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. പിരിഷം വെക്കാൻ സ്നേഹപ്പൂമൊഴി കേട്ടിടുവാനും ഇനിയാവില്ല. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗപ്പൂങ്കാവനമിൽ കണ്ടിടുവാനായി. ഇരപകലിരു കരമാല കരഞ്ഞ് പറയും ഞങ്ങൾ വേദനയാലേ. കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത്. കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു. കരഞ്ഞുപോയി ജനമനസ്സെല്ലാം ജാതി മതത്തിനതീതമായി.
ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഉൻ വാക്യം കേവലമായി. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ. ആ മഹാനുഭാവനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഒരുപാട് ക്ഷീണിതനായി നമ്മോടൊപ്പം ചേർന്ന ഉസ്താദ് കബീർ ബാക്കവിക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ വീടിന്റെ പ്രിയപ്പെട്ട മുനീറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സഹധർമ്മിണിക്കും മക്കൾക്കൊക്കെ സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഹൃദയം തൊട്ട പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.